സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വോട്ടർമാരും ഏറെ ആവേശത്തിലാണ്. തിരഞ്ഞെടുപ്പ് ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. വട്ടിയൂർക്കാവിലെ വോട്ടർമാരുടെ മനസ്സറിയാം. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്നും അൻഫിൽ ഡിസൂസ തത്സമയം ചേരുകയാണ്. തീർച്ചയായും ഇവിടെ വട്ടിയൂർക്കാവ് നമുക്കറിയാം വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് തന്നെ തലസ്ഥാന ജില്ലയ്ക്ക് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരം എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നൊരു മണ്ഡലം കൂടിയാണ് ഈ നേമം വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്നത്. കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ തീപാറുന്ന പോരാട്ടമൊക്കെ നടക്കുന്ന മണ്ണാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് VK പ്രശാന്ത് ബൈ ഇലക്ഷനിലൂടെ മേയറായിരുന്ന VK പ്രശാന്ത് മേയർ ബ്രോ വന്ന മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. അതിനുശേഷം പടിപ്പടിയായി BJPയുടെ വളർച്ച, ഇതൊക്കെ തന്നെ പല രാഷ്ട്രീയ വളർച്ചകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചൊരു മണ്ണ് കൂടിയാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ പുറത്തുനിന്നോട് ജനങ്ങളൊക്കെ ആവേശത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലുള്ള ഒരു ഗ്രന്ഥശാലയ്ക്ക് എതിർവശത്തായി ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഈ ചായക്കട നമുക്കറിയാലോ, ചായക്കടകളാണ് എല്ലാ കാലത്തും രാഷ്ട്രീയ ചർച്ചകളും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കൊക്കെ ചൂടേറിയ ആവേശമായ ചർച്ചകളൊക്കെ നടക്കുന്നത്. രാവിലെ തന്നെ ആൾക്കാരൊക്കെ പത്രമൊക്കെ വായിക്കുന്ന ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറല്ലേ? വളരെ ഉഷാറാണ്, അതിന് യാതൊരു സംശയവുമില്ല. എങ്ങനെയാ വട്ടിയൂർക്കാവിന്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വട്ടിയൂർക്കാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ്. എന്നാൽ അത് ഇപ്പം മാറ്റിയെടുക്കുമെന്നുള്ളത് പൂർണ്ണ നിശ്ചയത്തോടെ വളരെ പ്രയത്നത്തിലൂടെ തന്നെ മുരളി ഏറ്റെടുക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. മുരളി താവളമാണിത്, ലീഡറിൻ്റെ മകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലീഡ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന പയറ്റി തിരിഞ്ഞ ആളാണ്. പക്ഷേ ഇന്നിടത്താണ് ഞാൻ നിൽക്കുകയുള്ളൂ, ഇന്നിടത്തെ ഞാൻ ജയിക്കുകയുള്ളൂ, ജയിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ വ്യക്തിയല്ല. കേരളത്തിൽ എവിടെ നിർത്തിയാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിർത്തിയാലും പോയി നിൽക്കുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് കെ മുരളീധരൻ. അതെ, ഇവിടെ കുറെ പേര് ഈ ആൾക്കാരുടെ, അതായത് കെ കരുണാകരന്റെ ലീഡറിന്റെ ഒരു മണ്ണ്, കെ കരുണാകരന്റെ ഒക്കെ ഒരു തട്ടമൊക്കെ ആയിരുന്നതിന്റെ ഒരു ഇതില് മുരളീധരന്റെ പക്ഷവും മുരളീധരൻ അതുപോലെ VK പക്ഷം എല്ലാവർക്കും പാർശ്വയിലേക്കായാലും എല്ലാവർക്കും ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സ്വാധീനമെന്ന് ഒരിക്കലും നമുക്ക് പറയാനാവുകയില്ല. 3 രാഷ്ട്രീയ പാർട്ടിക്ക് ഒരേപോലെ സ്വാധീനമാണ്. പക്ഷേ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ, ഇവിടുത്തെ മണ്ഡലത്തിൽ എത്രത്തോളം തൃപ്തരാണ് ജനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ തുടർച്ചയാണോ എന്താണ് എന്നറിയും. ചേട്ടാ എങ്ങനെയാ വട്ടിയൂർക്കാവ് ഇവിടെ വോട്ടർ തന്നെയാണ്? വട്ടിയൂർക്കാവ് തട്ടകമാണ്. എന്താണ് ഇവിടെ ഈ വട്ടിയൂർക്കാവ് തൃപ്തനാണോ? ഈ ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്, തൃപ്തനാണോ? സംശയം തോന്നുന്നു. ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം MLAക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ്, ആര് മുരളീധരന് വേണ്ടി വർക്ക് ചെയ്തതാണ്. അപ്പം മുരളീധരൻ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം ഇവിടുന്ന് കളഞ്ഞിട്ട് പോയി. ഇവിടെ ബ്രോവ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പ്രശാന്ത് ജയിക്കും, നല്ല പുരുഷൻ ജയിക്കും. പ്രശാന്തിനെ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു സംശയം വേണ്ട. എന്ത് പറ്റിയാലും ഏത് പറ്റിയാലും അത്രയും നല്ല വികസന മറ്റുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്രശാന്ത്. വലിയ വികസനമാണ്, നല്ല രീതിയിലുള്ള വികസനം. എത്ര കോടി രൂപ ഇത് കണ്ടില്ലേ? 2.5 ഏക്കർ അടുത്ത മാസം പണി തുടങ്ങിയാണ്. അടുപ്പിൽ കാണാം, ആ സ്ഥലം കാണാം. 2.5 ഏക്കറാണ്. അവിടെ എന്താണ് പണി നടക്കുന്നത്? 189 കടകൾ കുടിയൊഴിപ്പിച്ചില്ലേ, എല്ലാ കടകൾക്കും വേണ്ടി ചെയ്തതാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെ മുരളീധരൻ നിന്നെങ്കിൽ മുരളീധരൻ സീറ്റായിരുന്നു, പക്ഷേ മുരളീധരൻ കളഞ്ഞിട്ട് വേണ്ടി ജനങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ ശ്രീലേഖ ഈ 2-ൽ ആരെങ്കിലും ഒരാൾ 3-ാം സ്ഥാനം പോകും. 2-ൽ ആരെങ്കിലും 3-ാം സ്ഥാനം പോകും, അത് ഉറപ്പാണ്. അതെ, ഈ ഇതിനകത്ത് പലപ്പോഴും ഈ ഒരുപക്ഷെ ഉണ്ടായിരുന്ന സിറ്റി മണ്ഡലം കളഞ്ഞു പോയതിന്റെ ഒരു വിമർശനമൊക്കെ ആളുകൾക്കുണ്ട്. ചേട്ടാ എങ്ങനെയാണ് ഇവിടുത്തെ വോട്ടറാണോ? എങ്ങനെയാ വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പിലേക്ക് PK ജയിക്കും, പ്രശാന്തിനെ ജയിക്കും. പിന്നെ കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ, കോൺഗ്രസ് മുരളീധരനെ പറ്റി പറയുകയാണെങ്കിൽ 2.5 വർഷം കൂടുതലത്തെ ആൾക്കാരെ പറ്റിച്ചിട്ട് MP സ്ഥാനത്തിന് പോയി അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരികയാണെങ്കിൽ മന്ത്രിയാവും എന്നുള്ള വ്യാമോഹത്തിലാണ് പോയത്. അത് ജനങ്ങളെ പറ്റിച്ചിട്ട് പോയതാണ്. അത് ഒരിക്കലും അത് തെറ്റായ അഭിപ്രായമാണ്, അത് ശരിയായിട്ടുള്ള ഇതല്ല. അങ്ങനെ തീർച്ചയായും ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അഭിപ്രായങ്ങളൊക്കെ. എന്തായാലും ഈ ചായക്കടയ്ക്ക് അകത്ത് കയറി നോക്കാം, ചായക്കടയിൽ അകത്തുള്ളവർക്ക് എന്താണ് പറയുന്നതെന്ന്. കാരണം എപ്പോഴും ഈ ചർച്ചകളൊക്കെയും ഇവിടെ കുറച്ചൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കുണ്ട്. ചേട്ടാ ചായക്കടയിലെ മുതലാളിയാണ്. ചേട്ടാ ഓക്കെ അല്ലേ? ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? ചേട്ടൻ സംസാരിക്കാനായി ഒരു അൺഫിൽട്ടാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വോട്ടർമാരും ഏറെ ആവേശത്തിലാണ്.